പെൺകൊച്ചുങ്ങള് തുണി മാറുന്നിടത്ത് മൊബൈൽ പിടിക്കുക, ഒളിഞ്ഞു നോക്കുക. നിന്നെ നീ ജാനകി വൈറലാക്കാവടാ. അവന് വെറുതെ വിടരുത്, ഞരമ്പ് രോഗി. ആ ഫോണിങ് താടാ. നമുക്കേ പോലീസിനെ വിളിക്കാം. ഒരു പോലീസിനെ വിളിക്കണ്ട, എവന്റെ സൂക്കാട് തീർക്കാൻ ജാനകി ഒറ്റയ്ക്ക് മതി. വാച കടിച്ചോണ്ട് നിൽക്കാതെ വളഞ്ഞിട്ട് പിടിക്കടി അവനെ. ശരിയാ, വേഗം വാ. അവിടെ നിക്കടാ, അവിടെ നിൽക്കാൻ. എടി അഹങ്കാരി, തേങ്ങ കൊണ്ട് അറിയുന്നോ? ജസ്റ്റ് മിസ്. എങ്ങോട്ടെങ്കിലും പോ. രാവിലെ ആ തങ്കമ്മയുടെ കണ്ടംപൂച്ചയെ കണി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് മൊത്തത്തിൽ വശപ്പശകായിരിക്കുമെന്ന്. ചേച്ചിക്ക് അയാളെ കണ്ട തിരിച്ചറിയാൻ കഴിയൂ? ഏത് നട്ടപ്പാതിരിക്ക് അവനെ കണ്ട എനിക്ക് തിരിച്ചറിയാം. ഒറ്റ നോട്ടത്തിൽ അവന്റെ ഫുൾ ബോഡി ഞാൻ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോലീസിനെ വിളിക്കാം അല്ലേ? പരിചയമില്ലാത്ത നമ്പരാണല്ലോ. ആവശ്യത്തിലധികം വള്ളികൾ കയ്യിലുണ്ട്. തൽക്കാലം പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ എടുക്കുന്നില്ല. ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വിളിച്ചോളാം. അല്ല പിന്നെ വത്സ. വത്സയോ? വത്സയല്ല, വത്സൻ. ഇത് 35,000 മുതലാണ്. 3 EMA ഇനിയും കഴിഞ്ഞിട്ടില്ല. നൈസായിട്ടങ്ങ് പൊക്കാമെന്ന് കരുതിയോ ഭക്തവത്സല? ധ്യാനം മുടക്കേണ്ടെന്ന് കരുതി. ഒരു കോള് വിളിക്കാനുണ്ടായിരുന്നു. ആ കോള് വത്സന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സ്വാമിയെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നാം കാണാമറയത്തായിരുന്നല്ലോ. അതൊരു പഴയ പടമല്ലേ? പഴയ പടത്തിൽ നിന്നും പുതിയ പടം വരുന്നു. പാമ്പ് പഴം പൊഴിക്കുന്നു, കുരങ്ങൻ പഴം കഴിക്കുന്നു, പുല്ല് കരിഞ്ഞുണങ്ങുന്നു. വട്ടാണോ? എല്ലാം ഈ അണ്ടകടാകത്തിലെ നിയോഗങ്ങൾ. ഒരു പണിയും ചെയ്യാതെ ജീവിക്കാനും വേണം ഒരു യോഗം. വത്സൻ നമ്മെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലല്ലോ, അല്ലേ? സിക്സ് സെൻസിൽ നാം ചിലതെല്ലാം കാണുന്നു. സ്വാമി സെൻസസ് എടുക്കാൻ വന്നതാണോ? ഒരു സംശയമുണ്ടേ, വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ പറ്റുമോ? അതാണോ എന്റെ പണി? നമ്മുടെ ധ്യാനത്തിൽ ഇയാളുടെ ചില കാര്യങ്ങൾ തെളിഞ്ഞു വരും. അതൊന്നു പറയാൻ നോക്കിയതാണ്. അതും അത്ര പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്വാമി. സ്വാമി അറിഞ്ഞത് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ, പുറത്താരോടും പറയാൻ നിൽക്കണ്ട. പിന്നെ അതല്ലേ എന്റെ പണി. നീ ഇപ്പോൾ വലിയൊരു അത്യാഹിതത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരികയല്ലേ? സ്വാമിക്കതെങ്ങനെ മനസ്സിലായി? ഭക്ത, നമ്മുടെ അകക്കണ്ണ് അസത്യം പറയില്ല. അത് കൊള്ളാലോ സ്വാമി. ഞാനിപ്പോ മരണക്കിണറിൽ വീണ പട്ടിയുടെ അവസ്ഥയാ. ഒരു തരത്തിലും കയറി പോരാൻ പറ്റുന്നില്ല. കനകം മൂലം കാമിനി മൂലം, പെണ്ണുമൂലം പിടക്കോഴി മൂലം എന്നാണല്ലോ. ഇതിലേതാണ് വകുപ്പ്? പെണ്ണുമൂലം. വത്സലെ കണ്ടപ്പോൾ തന്നെ ഞാനത് ഊഹിച്ചു. എന്താ പേര്? രജനി ശ്യാമ സിന്ധു റസിയ ഗ്രേസി. ഇതിലേത് കേസാ? ഭക്ത, നിന്റെ പേരാണ് നാം ചോദിച്ചത്. ഉല്ലാസം. നിന്റെ ഉല്ലാസകാലമെല്ലാം കഴിഞ്ഞല്ലോ.
പോലീസ് കേസ് മുതൽ ജയിൽവാസം വരെ നാം കാണുന്നു. പ്രതിവിധി ഒന്നുമില്ലേ സ്വാമി? ഇക്കാര്യത്തിൽ വിധി മാത്രമേ ഉള്ളൂ. അങ്ങട് അനുഭവിക്കുക. പുറത്തെറിഞ്ഞാൽ എന്റെ ഇമേജ് തകരും. ഭാര്യയും 2 പെമ്മക്കളും ഉള്ളതാ. രക്ഷിക്കണം. ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ച് റിസ്ക് ഉണ്ട്. പറ്റുമോ? പറ്റും. എന്തൊരൊടുക്കത്തെ ചൂടാണ്. വെള്ളം കുടിച്ചു കുടിച്ച് മനുഷ്യൻ ചാവാറായി. അതെ അതെ, ആഫ്രിക്ക പോലെ ഇത്രയും ചൂടില്ല. അതിന് നീ ആഫ്രിക്ക പോയിട്ടുണ്ടോ? ഈ പഞ്ചായത്ത് പോലും അവന് ശരിക്കും അറിയത്തില്ല, പിന്നല്ല ആഫ്രിക്ക. തള്ളുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് ചായക്ക് ടച്ചിങ്സ് എന്നാ വേണ്ടപ്പാ? തൽക്കാലം ഈ ഫോണിൽ ടച്ച് ചെയ്തോളാം. ഉസ്മാനെ, ഒരു സ്ട്രോങ് ചായ, നല്ല കടുപ്പം വേണം. കാശും സ്ട്രോങ് ആയിട്ട് തരണം. പൂവർ മാൻ. എടാ, ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ലടാ. ക്രെഡിറ്റ് കാർഡ് എടുക്കുവോ? റേഷൻ കാർഡ് പിടിക്കില്ല, പിന്നെ ആ ക്രെഡിറ്റ് കാർഡ്. എന്റെ അച്ചായ, ഈ വക നമ്പരൊന്നും ഉസ്മാനിക്കയുടെ അടുത്ത് ചെലവാവില്ല. ക്യാഷിന് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അതാണ് അതിന്റെ ഒരു ഇത്. ഉസ്മാനെ, കടുപ്പത്തിലൊരു സ്ട്രോങ് ആയ പാലും പഞ്ചസാരയൊന്നും ഒട്ടും കുറയ്ക്കണ്ട. ഈടെയായി പറ്റു കുറച്ച് ഓവറാവുന്നുണ്ടേ. അതിനെന്താ, റിസർവ് ബാങ്കിൽ കിടക്കാന്ന് കരുതിയാ പോരെ? ഗോൾഡൻ മാൻ. ലക്ഷങ്ങളും കോടികളും കിടന്ന മാനമാടുന്ന കൈകളാണിത്. ലോട്ടറിക്കാരനാണോ? ആളെ ശരിക്കങ്ങോട്ടും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ ഉല്ലാസൻ വെട്ടുകുഴി അറിയാത്തവരായി ഈ പരുന്തുംപാറ പഞ്ചായത്തിൽ ഒരു ഈച്ച പോലുമില്ല. ഇനി ഈച്ചോട് പോലും ചോദിക്കണോ? ഈ തേങ്ങ ഓങ്ങോളി കേൾക്കാൻ ഉല്ലാസന് തീരെ സമയമില്ല. ആണായി പിറന്ന മുഴുവൻ പേർക്കും ഗുണമുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഈ രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഈ ഉല്ലാസൻ വെട്ടുകുഴിയുടെ നേതൃത്വത്തിൽ ഒരു പുരുഷാവകാശ സംഘടന തുടങ്ങുന്നു. അപ്പൊ ആരാ അതിന്റെ പിന്നില്? അതിന്റെ ഹൈക്കമാൻഡും PBയും കേന്ദ്രവുമൊക്കെ ഞാൻ തന്നെയാണ്. ഈ പുരുഷന്മാരുടെ പേരില് എത്ര സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു? ഏതെങ്കിലും ഒരു ഒറ്റ എണ്ണം ക്ലച്ച് പിടിച്ചോ? പറയാൻ എളുപ്പമാണ്, പ്രവർത്തിച്ച് കാണിക്കണം. പക്ഷെ അവസാനം വെട്ടിലാവരുത്. അതിന് ഈ ഉല്ലാസൻ വെട്ടുകുഴി ഒന്നുകൂടി ജനിക്കണം. ഉല്ലാസൻ എന്തായി ഉദ്ദേശിക്കുന്നത്? എടോ, ആദ്യം തന്റെ ഐഡിയോളജി എന്താണെന്ന് പറയണോ? ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ കണ്ടോ? റീൽസിന് റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയപ്പോ ഒരു മനുഷ്യന് തന്റെ ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വന്നു. ആ ബസ്സിലെ സംഭവമല്ലേ? ഇവിടെ ഇതുപോലെ എന്തെല്ലാം നടക്കുന്നു. പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെ സഹായിക്കാൻ ഇവിടെ സംഘടനകളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പോലീസുണ്ട്, നിയമമുണ്ട്. എന്നാൽ പുരുഷന്റെ കാര്യത്തിലോ ആരുമില്ല. അവർക്ക് വേണ്ടി, നിരാലംബരായ പുരുഷന്മാർക്ക് വേണ്ടി, അവരുടെ കണ്ണുനീരൊപ്പാൻ, നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, അതിനൊക്കെ വേണ്ടിയാണ് ഈ സംഘടന. കൊള്ളാം. പുതിയ സംഘടനയ്ക്ക് നല്ലൊരു സെക്രട്ടറി വേണം. വേണം. കാശിനാർത്തിയില്ലാത്ത ഒരു ട്രഷറേയും വേണം വേണം. സോഷ്യൽ മീഡിയയിൽ നിന്നും പറ്റി 2 പേരെ കണ്ടെത്തണം. കുറച്ച് ധൃതിയുണ്ട്, പിന്നെ കാണാം. നിക്കടാ, എന്നാടാ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായത്? നീ തന്നെ നേതാവ്. നിന്റെ ഇടവും വലവും നിൽക്കാൻ ഞമ്മളുണ്ടാവും. നീ അവിടെ കുത്തിയിരിക്ക്. ആ, വെട്ടുകുഴിയെ ഒരു വഴിക്ക് എത്തിക്കാതെ ഞങ്ങൾക്ക് ഇനി വിശ്രമമില്ല. ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊന്നും ഈ ചായക്കട വെച്ചല്ല പ്ലാൻ ചെയ്യേണ്ടത്. ഉല്ലാസം കാറി കയറ്, നമുക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പിന്നെ അയൽക്കൂട്ടത്തിൽ പോലും ഒരു സ്ഥാനമില്ല. ഞാനും കൂടെ ഉണ്ടടാ. പെട്ടെന്ന് വണ്ടിയെ കയറ്. ആ, കേറ് കേറ് കേറ്, വേഗം കേറ്, എല്ലാരും കേറ്. സംഘടനയ്ക്ക് ഒരു പേര് വേണ്ടപ്പാ. വേണം, നല്ല കിടുക്കാച്ചി പേരായിരിക്കണം. പേരൊക്കെ ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാർ
ഇവിടെ നിരന്തരം പീഡനത്തിന് ഇരയാക്കപ്പെടുന്നു. ബസ്സില്, ബസ് സ്റ്റോപ്പില്, വെയിറ്റിംഗ് ഷെഡില്, ഓഫീസില്, വീട്ടില്, എവിടെയും പുരുഷന് പീഡനം മാത്രം. കൊറേയൊക്കെ അവനവന്റെ കയ്യിലിരിപ്പോലെ സംഭവിക്കും. വിഷയത്തൊന്നും മാറണ്ടപ്പാ. പേരിലേക്ക് വരാം. പുരുഷ സഹായ സഹകരണ സംഘം എങ്ങനെയുണ്ട്? കൊള്ളാം, കൊള്ളാം. വിശാലമായിട്ട് ചിന്തിക്കുമ്പം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഇരയാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സംഘടന അവരെ കാണാതിരിക്കുന്നത് ശരിയല്ല. അത് വേണപ്പാ. അച്ഛൻ ഇപ്പം പറഞ്ഞത് ശരിയാ. പരിഗണിക്കാം. ഞാൻ സ്ത്രീവിരോധിയല്ല. അങ്ങനെയെങ്കിൽ പേര് സ്ത്രീ പുരുഷ സഹായ സഹകരണ സംഘം എന്നാക്കാം. അങ്ങനെ നോക്കിയാലപ്പാ വയസ്സായവരും ഇവിടെ പീഡനത്തിന് ഇരയാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആബാലവൃദ്ധ സഹായ സഹകരണ സംഘം എന്നാക്കിയാലോ? സംഘടനയുടെ റേഞ്ച് അങ്ങും മേളിലേക്ക് കേറി കേറി പോവുകയാണല്ലോ. ഒരു കാര്യം മറന്നപ്പാ, മനുഷ്യൻ മാത്രമല്ലോ പീഡനം അനുഭവിക്കുന്നത്, മൃഗങ്ങളും പലതരം പീഡനം അനുഭവിക്കുന്നില്ലേ? ഇങ്ങനെ പോയാൽ ഈ പ്രസ്ഥാനം പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകൃതി സ്വയം സഹായ സഹകരണ സംഘം എന്ന് പേരിടാം. ഇനി എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാം. എല്ലാവരുടെയും മൗന സമ്മതത്തോടെ സംഘടനയുടെ ആജീവനാന്ത പ്രസിഡന്റായി ഞാൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ ഞാനും ഒരു സന്തോഷ വാർത്ത പറയാം. സെക്രട്ടറിയായി ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ സന്തോഷ വാർത്ത നമ്മൾ തന്നെ ഷെയർ ചെയ്യാം. കാഷ്യർ നമ്മൾ തന്നെ ആയിക്കൊള്ളാം. ബാക്കിയുള്ളവരെല്ലാം കമ്മിറ്റിക്കാർ. ഓക്കെ അല്ലേ? ഇന്ന് തന്നെ നമുക്കൊരു പ്രസ് മീറ്റിംഗ് നടത്തണം. ടി വിയിൽ എന്റെ മുഖം കണ്ടിട്ട് കാലം കുറെ ഏറെ. പണി വാളിയല്ലോ. ഒരു ചാനൽ ചർച്ചയുണ്ട്. നമുക്ക് നാളെ കാണാം കേട്ടോ. സാറേ, ദേ അവനാ എന്റെ മോടെ പടം എടുക്കാൻ ശ്രമിച്ച അവനെ വിടരുത്. പീഡനക്കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ് ഇവൻ. അയ്യോ അയ്യോ. റാസ്കൽ, നിന്നെ കുറിച്ച് ഒന്നും രണ്ടുമല്ല, ഒരു ലോഡ് പരാതിയാണ് കിട്ടിയിരിക്കുന്നത്. നിന്റെ സകല സൂക്കേടും ഇന്ന് ഞാൻ മാറ്റിയെടുക്കും. എടോ, നീ ആള് കൊള്ളാലോടാ. സ്വന്തം നീളിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലപ്പാ ഇത്. അയ്യോ. ഇതുപോലുള്ള പകൽമാന്യന്മാരാണ് ഈ നാടിന്റെ യഥാർത്ഥ ശാപം. നാട്ടുകാർ ജാഗ്രതയോടെ പ്രവർത്തിച്ചാലേ ഇത്തരം ക്രിമിനൽസിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. എനിവേ, ഏവർക്കും താങ്ക്സ്. അള്ളാ, കൃത്യസമയത്ത് പോലീസ് വന്നതുകൊണ്ട് നമ്മൾ കൂട്ടുപ്രതിയാകാതെ രക്ഷപ്പെട്ടല്ലപ്പാ. ഇനി ഇവൻ ഒരു സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല സാറേ. അത് ഈ ഇൻസ്പെക്ടർ സുധീഷ് ഏറ്റുപെങ്ങളെ. ഇവന്റെ നെട്ടും ബോൾട്ടും ഞാൻ വലിച്ചൂരും. അല്ലെങ്കിലും ഈ ഞരമ്പിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് സാറേ. നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്വാമി എന്താ ഇവിടെ? ആ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഞാൻ കുറച്ച് സ്റ്റഫ് കൊടുത്തു, കുറച്ച് പൊടി. ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. നാളെ ടി വിയിലും പത്രത്തിലും ഒക്കെ വാർത്ത വരുമല്ലോ, കാണുക. എന്റെ ജനമൈത്രി സ്റ്റേഷൻ പരിധിയിൽ ഒരുത്തനും മയക്കുമരുന്ന് കച്ചവടവും പീഡനവും നടത്താൻ ഈ സുധീഷ് സമ്മതിക്കത്തില്ല. നടക്കട റാസ്കൽ. ഒരു കഥ പറയാ, ഒരു കഥ പറയാ, ഒരു കഥ പറയാ, ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ, കഥ പറയാ. ആ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ, കഥ പറയാ. ഒരുപോലിരുപോൽ വന്നത് നിന്നത്, ചടുക്കുട്ട് ചടുക്കുട്ട് ചാടി മറിഞ്ഞത്, എല്ലാം എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം, എല്ലാം എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം. ഇനി ഈ കാലം മാറി, കഥ മാറി. ഇനി ഈ കാലം മാറി, കഥ മാറി.